നമസ്കാരം. പത്താമടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 1201 ചിങ്ങമാസം 1-ാം തീയതി മുതൽ 1201 കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലം, അതായത് 2025 ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ 2026 ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇവിടെ വ്യാഴത്തിന് ഏകദേശം ഒക്ടോബർ മാസത്തോടു കൂടി പുറകോട്ട് ഉള്ള സഞ്ചാരമല്ല, മറിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നു. ശീഘ്രം വേഗത കൂടിയിട്ട് അത് കർക്കിടക രാശിയിലേക്ക് വരികയും 2 മാസത്തോളം ഏകദേശം നിന്നിട്ട് വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് പോവുകയും ചെയ്യും. പിന്നീട് 2026 മെയ് മാസം 2-ാം വാരത്തിലോ 3-ാം വാരത്തിലോ അത് തിരിച്ച് കർക്കിടക രാശിയിലേക്ക് വരികയും ചെയ്യും. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ ഈ ഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ടാകും സ്വാഭാവികമായും. എന്നാൽ ശനിക്കോ രാഹുകേതുക്കൾക്കോ ഈ പറയുന്ന കാലയളവിൽ മാറ്റങ്ങളില്ല. വ്യാഴത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു രാശി മുന്നോട്ട് വരുന്നു ഏകദേശം 2 മാസത്തോളം, പിന്നീട് അത് തിരിച്ചു പോവുകയും ചെയ്യുന്നു. പിന്നെ 2026 മെയ് 2-ാം വാരത്തിൽ അത് വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് വരുന്നു. അപ്പോൾ ഓരോ കൂറുകളുടെയും അടിസ്ഥാനത്തിൽ നോക്കാം നമുക്ക്. ആദ്യം മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ക്രിയേറ്റീവായ ഒരു വർഷമാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം അവർക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അവരുടെ പ്രവർത്തനങ്ങൾ, അത് കഴിവിന് ആസ്പദമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് വിജയമുണ്ടാകാനും അതിൽ നിന്ന് അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. വിശിഷ്ടമായ കഴിവുകളുള്ളവർക്കും ഭാഷാപരമായ കഴിവുകളുള്ളവർക്കും, പ്രത്യേകിച്ചും മാതൃഭാഷയ്ക്ക് അന്യമായ മറ്റു ഭാഷകൾ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവർക്കും കൂടുതൽ പ്രയോജനം കിട്ടാവുന്ന ഒരു സാധ്യതയുണ്ട്. വിദേശത്ത് ജോലിക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അവിടെ താമസത്തിനുള്ള കാര്യത്തിനോ അവിടെ പഠനത്തിന് വേണ്ടിയുള്ള കാര്യത്തിനോ ഉണ്ടായിരുന്ന ഉത്സാഹം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ 2025 ഒക്ടോബർ മാസത്തിന് ശേഷം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഉത്തരം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് അനുമതി കിട്ടുന്നതായിരിക്കും വിദേശത്ത് പോകുവാനും അവിടെ പഠിക്കുവാനും അവിടെ ജോലി ലഭിക്കുവാനും. ഇനി അതൊന്നുമല്ലെങ്കിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അവർക്കവിടെ സ്ഥിരമായ താമസത്തിനോ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ട് കാണുന്നു. മാതാവിന് ഇവർക്ക് താരതമ്യേന വലിയ ദോഷമൊന്നും കാണുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ പ്രശ്നങ്ങളോ മാനസിക വിഷമങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു മുക്തി വരുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ പിതാവിന് ശാരീരികമായ അവശത കാണുന്നുണ്ട്. പിതാവിനെ സംബന്ധിച്ച് ദുഃഖമോ വൈഷമ്യമോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവും ഉണ്ടെങ്കിലും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഈ വർഷത്തിൻ്റെ അവസാന മാസങ്ങളോടുകൂടിയെങ്കിലും ഗുണകരമായി വരുമെങ്കിലും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ ഇവർ ഈ വർഷത്തിൽ സെപ്റ്റംബർ പകുതിക്ക് ശേഷം ഒക്ടോബർ നവംബർ വരെ ഇവരുടെ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ പിന്നീട് ജനുവരി പകുതിക്ക് ശേഷം ഫെബ്രുവരി പകുതി വരെയും, അതായത് 2026 ജനുവരിക്ക് ശേഷം ഫെബ്രുവരി പകുതി വരെയും ഇവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് ഇവർക്കുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളിൽ നിന്നും അതുപോലെ മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരിൽ നിന്നുമൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള അപമാനമോ അവഹേളനമോ മറ്റു ചില പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പേര് ദൂഷിതമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അപവാദങ്ങളിൽ പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബകലഹം ഉണ്ടാകാനുള്ള സാധ്യത കൃത്യമായും സെപ്റ്റംബർ പകുതിക്ക് ശേഷം ഏകദേശം 2 മാസത്തോളമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. ഇതൊന്നുമല്ലെങ്കിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ, അതായത് സെപ്റ്റംബർ പകുതിക്കും നവംബർ പകുതിക്കുമിടയിൽ ശാരീരികമായ അവശത, പ്രത്യേകിച്ചും ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, കീഴ്വയറ്, അതുപോലെ തന്നെ നമ്മുടെ ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങൾ, ഇവിടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. എന്തായാലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പൊതുവേ ഈ വർഷം ഇവർക്ക് സാമ്പത്തിക നേട്ടം, വീടുമായി ബന്ധപ്പെട്ട് നിർമ്മാണമോ
പ്രോപ്പർട്ടി വാങ്ങിക്കൂട്ടലോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിയെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റുന്നതിന് ശ്രമിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിലും വളരെ ക്രിയേറ്റീവായ ചില തീരുമാനങ്ങൾ, പുതിയ ആശയങ്ങൾ, ഇതൊക്കെ ഇവർക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നു. അത് സാമ്പത്തികമായ മേന്മയുണ്ടാക്കുന്നു. എന്നാൽ ശാരീരിക അവശത, ബന്ധങ്ങളിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഈ ഒരു വർഷം സൂക്ഷിക്കേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മേടക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസം, അത് ഏകദേശം ഒരു മാസത്തോളം ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ പൊള്ളലേൽക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഭാരമുള്ള വസ്തുക്കളോ മുറിവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ, ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ടോ വ്യവസായവുമായി ബന്ധപ്പെട്ടോ ജീവിതവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം തികച്ചും ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും. കുറേ കാലമായി ഇവരുടെ മനസ്സ് ഏതെങ്കിലും തരത്തിൽ വ്യാകുലപ്പെട്ടിരുന്നുവെങ്കിൽ ആ വ്യാകുല അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നു. മനസ്സ് വളരെ സന്തോഷമുള്ളതായി മാറുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഇവരുടെ സഹോദരന്മാർ, അവർക്കൊക്കെ തന്നെയും ഇവരോട് കൂടുതൽ ആദരവ് കിട്ടത്തക്കവണ്ണമുള്ള ചില അവസ്ഥകളിലേക്ക് ഇവർ ഉയരുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം, ഉത്സാഹം, പൊതുവെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകുന്നു. പഴയ ഉദാസീനതയും ആലസ്യവുമൊക്കെ മാറുന്നു. ഈ ഒരു വർഷം പൊതുവേ ഇവർക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി, ചുറുചുറുക്കോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ പുതിയ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിന് സന്തോഷം നൽകുന്ന ചില പുതിയ ബന്ധങ്ങളിലേക്ക് ഇവർക്ക് വഴി തുറക്കാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് ജീവിക്കുവാനോ അല്ലെങ്കിൽ സമയം ചെലവിടുവാനോ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന യാത്രകൾ ചെയ്യുവാനോ സാധിക്കുന്നു. ഇവരെ സംബന്ധിച്ചും, അതായത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഈ വർഷം സാമ്പത്തിക നേട്ടം പ്രധാനമായും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരമോ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ബന്ധപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്തുള്ള യാത്ര ഇവർക്ക് വൈകാരികമായ സന്തോഷം ലഭിക്കുന്നു എന്നതിനപ്പുറം ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലും യാത്രകൾ ഗുണകരമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ശാരീരികമായ ഒരു സൗന്ദര്യം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. പൊതുവെ ആരോഗ്യസ്ഥിതിക്കും മാറ്റമുണ്ടാകുന്നു. കർമ്മരംഗത്ത് ഇവർക്ക് ഏറ്റവും നല്ല പ്രവർത്തനക്ഷമത കാഴ്ചവെക്കാൻ സാധിക്കുമാറ് ഇവരുടെ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ കായിക ശക്തിയുമൊക്കെ ഉണരുന്നതായിട്ടാണ് കാണുന്നത്. വരുമാന വർധനവ് കാണുന്നുണ്ട്. ഭാഗ്യം ലോട്ടറിയുടെ രൂപത്തിൽ വരെ ഇവരെ അനുഗ്രഹിക്കാമെന്ന് കാണുന്നു. അതുകൊണ്ട് നിർലോഭം, എത്ര ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ തവണ പോലും ഇവർക്ക് ഭാഗ്യം തുണച്ചില്ലെങ്കിൽ പോലും ലോട്ടറി ഇവർക്ക് എന്തായാലും ഈ ഒരു വർഷത്തിനുള്ളിൽ അടിക്കാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. മറ്റ് ഭാഗ്യാനുകൂലങ്ങളും ഇവർക്ക് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം വാഹനം, വീട്, ഇതൊക്കെ പുതുതായി വരികയോ ഇല്ലാത്തവർക്ക് പുതുതായി അത് തുടങ്ങാൻ സാധിക്കുകയോ നിർമ്മാണം തുടങ്ങാൻ സാധിക്കുകയോ വാഹനം വാങ്ങാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഉള്ളവർക്ക് കൂടുതൽ വിലപിടിപ്പുള്ളതും കൂടുതൽ ഗുണകരവുമായ അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഒക്ടോബർ മാസം മുതൽ ഏകദേശം ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഈ 2 മാസം വളരെ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ കാമുകന്മാർക്കായാലും ശരി, ഭർത്താക്കന്മാർക്കായാലും ശരി, ഈ 2 മാസങ്ങൾ ചിലപ്പോൾ കലഹത്തിനോ മറ്റു ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ചെറുതായിട്ടെങ്കിലും ഒന്ന് ശാരീരികമായി അകന്നു നിൽക്കാനുള്ള സാധ്യതയ്ക്കോ ഇടമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കർമ്മരംഗത്തും അവർ സൂക്ഷിക്കേണ്ടത് ഫെബ്രുവരി മാസത്തിന് ശേഷമാണ്. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം ഇവർക്ക്. എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണ്. ഇത് ഈ ഒരു മാസത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. അതിനെ അതിജീവിക്കാൻ സാധിക്കും. ശാരീരികമായ അവശത പ്രധാനമായിട്ടും ഇവർക്ക് വരാൻ സാധ്യത ഇവരുടെ ലങ്സ് സംബന്ധമായിട്ടാണ്. അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വർദ്ധിക്കാനുള്ള ഇടയുണ്ട്. നേരത്തെ തന്നെ ഇത്തരം അലർജി അസുഖങ്ങൾ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും, പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ആളുകളോട് ഇടപഴകുന്ന കാര്യത്തിലുമൊക്കെ, വാക്കുകൾ മിതമായി ഉപയോഗിക്കുന്ന കാര്യത്തിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം.
പ്രത്യേകിച്ചും അത് സംഭവിക്കാൻ സാധ്യതയുള്ള കാലം എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലാണ്. അപകട സാധ്യതകളും അതുപോലെ തന്നെ തങ്ങളുടെ തന്നെ വാക്കുകൾ ശത്രുവായി തങ്ങൾക്ക് മാറുന്ന അവസ്ഥയുമൊക്കെ വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം വളരെ നല്ലതാണ്. പ്രവർത്തന സംബന്ധമായും സാമ്പത്തിക സംബന്ധമായും വൈകാരിക ബന്ധങ്ങളിലൂന്നിയുള്ള ജീവിതത്തിനെ ആസ്പദമാക്കിയുമൊക്കെ ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് യാത്രകൾ കൂടുതലായി ചെയ്യേണ്ടി വരും എന്നാണെങ്കിൽ പോലും പൊതുവേ ഇവരുടെ കർമ്മരംഗത്ത് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ സാധ്യമാവുന്ന ഒരു മാനസികാവസ്ഥ ഇവർക്കുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം, ഭാഗ്യവും അതുപോലെ തന്നെ അന്തരീക്ഷവും, ഭൗതികമായ അന്തരീക്ഷവും തങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ തങ്ങൾ സഹവസിക്കുന്ന സ്ഥലത്തുള്ള അന്തരീക്ഷവും അത്ര നല്ലതല്ല എന്നോർക്കണം. തടസ്സങ്ങളുണ്ടാകാം. സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്തോ അതുമല്ലെങ്കിൽ അവരുടെ മൂലത്തറവാട്ടിലോ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ വിമർശനങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. അത് തടസ്സമായി മാറാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നാൽ പോലും കർമ്മരംഗത്ത് ഇവർക്ക് ഏതോ ഒരു ഈശ്വരാധീനം കാണുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായും ഇവർക്ക് ഗുണത്തെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വ്യക്തമായിട്ട് കാണുന്നു. ദോഷം ഇവർക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യം ഏകദേശം സെപ്റ്റംബർ, ഒക്ടോബർ, അതായത് പ്രത്യേകിച്ചും ഒക്ടോബറിന് ശേഷമുള്ള കുറച്ചു കാലം, ഒരു 3 ആഴ്ച ഇവർക്ക് അല്പം ദോഷമാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന ഇവർക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതും അത് ഇവർക്ക് വലിയ തടസ്സമായി മാറാവുന്നതുമായ പീരീഡ് ഈ ഒക്ടോബർ മാസം 10 തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുന്നതാണ് അവർക്ക് അതിലേറ്റവും പ്രശ്നം. എന്നാൽ ഒക്ടോബർ മാസത്തിൽ, സെപ്റ്റംബർ അവസാനം ഒക്ടോബർ മാസത്തിൽ, നവംബർ മാസത്തിൽ, ഡിസംബർ മാസം വരെ ഏകദേശം സാമ്പത്തികമായി വളരെ മെച്ചം ഇവർക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജോലിയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അതല്ലെങ്കിൽ സമാന്തരമായി ചെയ്യുന്ന മറ്റു കർമ്മ മേഖലകളിലായാലും ശരി, അവിടെ നിന്നുമൊക്കെ നല്ല വരുമാന സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ചിലപ്പോൾ ഭാഗ്യക്കുറി തന്നെ ഇവർക്ക് അനുഗ്രഹമായി മാറാവുന്ന ഒരു പീരീഡാണ്. എന്തായാലും കുടുംബത്തിലും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഇടത്തും സാമ്പത്തികമായ മേഖലയിലും ഈ പറയുന്ന 2-3 മാസങ്ങളോളം ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള നല്ല ഗുണം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നുണ്ട്. തങ്ങളുടെ വാക്കുകൾക്ക് കൃത്യമായ വിലയും ശക്തിയും കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒക്ടോബർ മാസം മുതൽ ഏതാണ്ട് ഡിസംബർ അവസാനം വരെയുള്ള കാലം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് ഗുണം, അവരുമൊത്ത് നന്നായി സഹവസിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു പീരീഡാണിത്. അപ്പോഴും ഓർക്കുക, കർമ്മരംഗത്ത് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ഒക്കെ ഇവർക്കുണ്ടാകാം. എന്നാൽ അതിനെ അതിജീവിക്കുന്ന മട്ടിലുള്ള ഒരു ശ്രമം കാണുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇവർക്ക് ശാരീരികമായ അവശത വരാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു പീരീഡ് അത് ഏകദേശം ഈ 2026 ജനുവരി മാസങ്ങളിലാണ്. തുടക്കത്തിൽ മാതാവിന്, അതായത് ഈ മാസം അടുത്ത മാസമൊക്കെ മാതാവിന് ചെറിയ പ്രശ്നമോ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകാം. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം. ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് കയറുമ്പോഴും സാഹസികമായി ചെയ്യേണ്ടുന്ന ചില കർമ്മമേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും അമിത വേഗതയിൽ വാഹനം ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ തീയോ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ പ്രവർത്തിക്കുമ്പോഴുമൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യണം. തങ്ങൾക്ക് അപകട സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതെ ഇരിക്കുക. പ്രത്യേകിച്ചും ജൂലൈ മാസം ഇപ്പോൾ കഴിഞ്ഞു. ഏകദേശം ഓഗസ്റ്റ് അവസാന വാരം, സെപ്റ്റംബർ, ഒക്ടോബറിൻ്റെ ആദ്യ വാരം വരെ ഈ ഒരു അവസ്ഥ തുടരുന്നുണ്ട്. പിന്നീട് ഇവർക്ക് ദോഷം സംഭവിക്കാൻ, ശാരീരികമായ ദോഷം സംഭവിക്കാൻ സാധ്യതയുള്ള പീരീഡ് 2026 ജനുവരി പകുതിക്ക് ശേഷം 2026 ഫെബ്രുവരി വരെയുള്ള കാലഘട്ടമാണ്. ആ സമയത്തും ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കർമ്മവും വളരെ സൂക്ഷിച്ച് ചെയ്യുക, പ്രാർത്ഥനയോടുകൂടി ചെയ്യുക എന്നതാണ് ഇവരോട് പറയാനുള്ളത്. ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാവും, പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാവും, വിമർശകരുടെയും അതുപോലെ തന്നെ അപവാദങ്ങളുടെയും ഒരു അവസ്ഥ ഇവരെ പിന്തുടരുന്നുണ്ട്. പിതാവിന് ശാരീരികമായ അവശതയുണ്ടാകാം. വിദേശവുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ ഉള്ള യാത്രകൾക്കോ ശ്രമങ്ങൾക്കോ ഒക്കെ തടസ്സങ്ങളുണ്ടാകാം. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കുന്ന തരത്തിലുള്ള ഈശ്വരാധീനം ഇടയ്ക്കിടയ്ക്ക് ഇവർക്കുണ്ടാകും.
പ്രത്യേകിച്ച് ഈ ഭാഗ്യ മാസങ്ങളിൽ ഇവർക്ക് ഗുണമാണ്. ആ സമയത്ത് സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്, വിജയം കാണുന്നുണ്ട്. അതിനെ മാക്സിമം മെരുക്കി വളർത്തുക. അതായിരിക്കും ഈ ഒരു വർഷം താങ്കൾക്ക് അല്ലെങ്കിൽ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണകരമായി വരിക എന്നത് ഓർക്കുക. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും പൊതുവേ അവസ്ഥകൾ മോശമാണെങ്കിലും ഈ വർഷം ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാവുന്ന കുറേ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ട്. പ്രത്യേകിച്ചും തുടക്ക ദിവസങ്ങൾ, അതായത് ഈ ചിങ്ങം പുലർന്നപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് വളരെ ഐശ്വര്യമുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അത് ഈ വർഷം മുഴുവൻ ഒരു കെടാദീപം പോലെ അവർക്കുണ്ടാകുമെന്നുള്ള പ്രത്യാശയുണ്ട്. അതുപോലെ തന്നെ ഊർജ്ജസ്വലത ഒട്ടും ഇവർക്ക് കൈവിട്ടിട്ടില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹോദര സ്ഥാനത്തുള്ളവരൊക്കെ ഇവരെ സഹായിക്കുകയും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവശതകളോ പരാജയങ്ങളോ ഉണ്ടായാൽ അതിനെയൊക്കെ മാറ്റുന്ന തരത്തിൽ ഇവരുടെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യും. സഹായം കൊണ്ട് തന്നെ ഒരുപാട് മേഖലകളിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വന്തം സാമ്പത്തിക ശേഷി മാസത്തിൻ്റെ പകുതിക്ക് ശേഷം, പ്രത്യേകിച്ചും മാസത്തിൻ്റെ പകുതിയല്ല വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം, അതായത് ഏകദേശം ഡിസംബർ അടുപ്പിച്ച് ഇവർക്ക് സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവർ വിചാരിച്ചിരുന്ന മേഖലയിൽ പ്രവർത്തിച്ച് വിജയം വരിക്കാനും അത് സാമ്പത്തിക വർധനവായി മാറാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വഴി ചില വ്യാപാരങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വഴി ചില ഏറ്റവും പുതിയ മീഡിയകളിലൂടെ, അതായത് ഓൺലൈൻ മീഡിയയിലൂടെയൊക്കെ ചില പ്രവർത്തനങ്ങൾ നടത്തുക. അതിൽ നിന്ന് ആദ്യം പ്രശസ്തിയും പിന്നീട് വരുമാനവും കിട്ടാനുള്ള സാധ്യതയും കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. എന്നാൽ തടസ്സങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇവർ ചെയ്യുന്ന ഏതു പ്രവർത്തനങ്ങളെയും വിമർശനത്തിൻ്റെ ഒരു കണ്ണ് പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതിൽ പലതും ഒരുപക്ഷെ ഇവർ പോലും അറിയാത്ത കാര്യങ്ങളെ ചൊല്ലിയാവും. അപവാദങ്ങൾ ഉണ്ടാവുക, അറിയാത്ത കാര്യങ്ങൾ പറയുക, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവരെ പിന്തുടരുന്നുണ്ട്. ആ കാര്യങ്ങളിൽപ്പെട്ട് വ്യാകുലപ്പെടാതിരിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് മനസ്സിന് ശക്തി കൊടുക്കുക എന്നത് മാത്രമാണ് ഇവർ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം. രാജയോഗപ്രദനായ ഗ്രഹം ഇവർക്ക് ഏറ്റവും ഊർജ്ജസ്വലമായ രാശിയിൽ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് എത്രമാത്രം വിഷമങ്ങൾ ഉണ്ടായാലും അതിനെ മനസ്സുകൊണ്ട് പൊരുതി ജയിക്കാൻ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം സാധിക്കും. പ്രത്യേകിച്ചും ഈ വർഷത്തിൻ്റെ 2025 സംബന്ധിച്ചിടത്തോളം ഡിസംബർ വരെ അത് നല്ലതാണ്. 2026 തുടങ്ങുമ്പോൾ അല്പം ശ്രദ്ധിക്കണം ഇവർ. പ്രത്യേകിച്ചും വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിലും ഇവരുടെ മാതാവോ മാതൃതുല്യരായ വ്യക്തികൾക്കോ ദോഷമുണ്ടാകാം. അതുപോലെ എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ ചിലപ്പോൾ അധാർമികമായ ചില കാര്യങ്ങൾ കടന്നു വരാം. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഓരോ കാര്യവും ചെയ്യുക. വ്യാകുലപ്പെടാതിരിക്കുക. മനസ്സ് ചഞ്ചലപ്പെടുമ്പോഴാണ് ചിലപ്പോൾ ധാർമ്മികതയിൽ നിന്ന് മാറി ഇവർക്ക് ചിന്തിക്കേണ്ടി വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്ക് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പഠനകാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാവും, പ്രത്യേകിച്ച് 2026 ഫെബ്രുവരി മാസത്തിന് ശേഷം. അതുപോലെ അവരുടെ ചില പഠന കാര്യങ്ങൾക്ക് നല്ല മാറ്റമുണ്ടാകും ഫെബ്രുവരി മാർച്ച് മാസങ്ങളോടുകൂടി. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ തന്നെ എഴുതുന്ന ചില പരീക്ഷകളിലും നേരിടുന്ന ചില അഭിമുഖങ്ങളിലുമൊക്കെ നല്ല വിജയമുണ്ടാകാൻ സാധ്യതയുള്ള മാസങ്ങൾ കൂടിയാണിത്. ജലവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങളെന്നതിനെ വിളിക്കാം, അത്തരം അസുഖങ്ങൾ ഇവർക്കുണ്ടാകാം. നേരത്തെ തന്നെ ലങ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ബലക്ഷയമുണ്ടെങ്കിൽ ഇവർ രാത്രിയിലുള്ള കുളി, അധികം തണുപ്പ് ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള മുൻകരുതലുകൾ, അതുപോലെ തന്നെ പലരും ഇപ്പോൾ ഈ നെറുകയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയോ ഈർപ്പം കെട്ടി നിൽക്കുകയോ ചെയ്താൽ അതിനെ അവഗണിക്കുകയുണ്ട്. അതൊക്കെ കാലക്രമേണ ഇവർക്ക് കഫപ്രകൃതിയുള്ളവർക്ക്, പ്രത്യേകിച്ചും കഫപ്രകൃതിയിലാണ് കൂടുതലും കർക്കിടകക്കൂറുകാർ വരിക എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അവർക്കത് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൈനസൈറ്റിസ് പോലെയോ മുഖത്തിന് നീര് വരികയോ ഒക്കെ ചെയ്യാവുന്ന ചില അസുഖങ്ങൾ ഇവർക്കുണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് തണുത്ത ജലം കുടിക്കുക, തണുത്ത വസ്തുക്കൾ കഴിക്കുക, ഇതൊക്കെ വളരെ ദോഷമാണ് ഇവർക്ക്. ഉടക്കമൊന്നും അറിയില്ല, പക്ഷേ ഒടുവിലായിരിക്കും ഇതിൻ്റെയൊക്കെ ദോഷാവസ്ഥകൾ ഉണ്ടാവുക. പിതാവിന് അത്ര നല്ലതല്ല എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്നും കാണുന്നു. വീട്ടുമാറ്റത്തിന് ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറാം, അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറാം. ജോലി സംബന്ധമായ കാര്യത്തിലും പദവി മാറ്റം കാണുന്നുണ്ട്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം.
ഇവരെ സംബന്ധിച്ചിടത്തോളവും മോശം കാലാവസ്ഥ പൊതുവെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ നല്ലതായതിനാൽ, അതായത് ഈ ചിങ്ങം പുലർന്നപ്പോൾ ഇവർക്ക് കർമ്മരംഗം വളരെ ശോഭിക്കുന്ന ഒരു നിമിത്തമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഈ വർഷവും ഇവർക്കുണ്ടാവും. ചിലപ്പോൾ ഈ വർഷം ഒക്ടോബർ മാസത്തിന് ശേഷം ഇവർക്ക് അടുത്ത 2026 ജനുവരിക്കകം വിദേശത്ത് യാത്ര പോകാനോ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ സമാന്തരമായി ജോലി ചെയ്യാനോ ഒരു കോൺട്രാക്ട് ബേസ് അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യാനോ സാധിക്കും എന്ന് കാണുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാന സാധ്യത കാണുന്നു. പൊതുവേ ഈ വർഷം ഇവർക്ക് നല്ല വരുമാന വർധനവുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം പല വിധത്തിൽ ഇവർക്ക് വരാം. സമാന്തര പ്രവർത്തനങ്ങളിൽ നിന്ന് വരാം. അതുപോലെ തന്നെ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നു. അതിനുള്ള ഈശ്വരാധീനം ഇവർക്ക് വർദ്ധിച്ചിരിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ എത്രമാത്രം വിഷമങ്ങൾ ഉണ്ടായാലും തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ഇവർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. ആദ്യം എപ്പോഴും ഇവർ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ളൊരു തടസ്സമുണ്ടാകാം. ആ തടസ്സം ആശങ്കയായി ഇവരുടെ മനസ്സിനെ പിൻവലിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ പ്രാർത്ഥനയോടുകൂടി വീണ്ടും ശ്രമിച്ചു നോക്കൂ, തീർച്ചയായിട്ടും വിജയം ചിങ്ങക്കൂറിനെ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതുപോലെ തന്നെ മുഖം ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. അതുപോലെ ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഇവർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും സെപ്റ്റംബർ മാസം ഏകദേശം പകുതി വരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശാരീരികമായ അവശതയോ, അതായത് മുഖത്തിനോ തന്നെ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റിയോടും തീയോടുമൊക്കെ മുഖം വളരെ അടുപ്പിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം അവസ്ഥകൾ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. മൂർച്ചയുള്ള വസ്തുക്കളും ഭാരമുള്ള വസ്തുക്കളും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ജിമ്മിൽ പോകുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വാഹനം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം വീട് മാറ്റത്തിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിൽ ചില അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ ചില മോടി മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം, അവിടെ ആ അന്തരീക്ഷത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ പുതിയൊരു വസ്തു വാങ്ങുകയോ അങ്ങോട്ടേക്ക് വീട് മാറി താമസിക്കാനുള്ള ആലോചനയോ ഈ വർഷം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലോ സാധ്യമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊരു പ്രധാന വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുടെ സന്താനങ്ങൾക്ക് ചില ശാരീരികമായ അവശതകൾ ഉണ്ടാകാം. അത് ഇവരെ മാനസികമായി വിഷമിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇവരുടെ സ്ത്രീ ബന്ധുക്കളിൽ, അതായത് ഈ നക്ഷത്രക്കാരുടെ പുരുഷന്മാരാണെങ്കിൽ അവരുടെ സഹോദരിമാരുടെ മക്കൾ, അതല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ തന്നെ സഹോദരിമാരുടെ മക്കൾ, ഇവർക്കൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലരെങ്കിലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടി വരുന്നതായും കാണുന്നു. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. വിഷം ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യത, അപവാദ കഥകൾ പരക്കാനുള്ള സാധ്യത, ശരീരത്തിൽ അലർജി അസുഖങ്ങൾ, ത്വക്കിന് വരളിച്ച, അതുപോലെ ത്വക്കിന് ഏതെങ്കിലും തരത്തിലുള്ള നിറഭേദങ്ങൾ ഉണ്ടാവുക തുടങ്ങിയതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ത്വക്കിൻ്റെ വരൾച്ച സ്വാഭാവികമായും ജലം ശരീരത്തിൽ ആവശ്യത്തിനില്ലാത്തതുകൊണ്ടും എണ്ണമയമില്ലാത്തതുകൊണ്ടുമൊക്കെ ആണെന്ന് ധരിക്കാമെങ്കിലും 7ാം ഭാവത്തിലെ രാഹുവിൻ്റെ സഞ്ചാരം അതിനൊരു കാരണമായി ജ്യോതിഷപരമായി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് 2ാമത്തെ ഭാവത്തിൽ, അതായത് ചാരവശാൽ അഷ്ടമത്തിൽ ശനി കൂടി സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യം അനുകൂലമല്ല എന്ന് ചിന്തിക്കണം. അവശതകൾ, ആശങ്കകൾ ഇത് നമ്മളെ പിന്തുടരും. പൂരം നക്ഷത്രക്കാരെയും അതുപോലെ മകം നക്ഷത്രക്കാരെയും ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാരെയും പിന്തുടരും. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ സുതാര്യതയുണ്ടാവുക, പ്രാർത്ഥന, ചിട്ട ഇതെല്ലാം കൃത്യമായി കൊണ്ടുപോവുക. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുക. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസത്തിന് ശേഷം സാമ്പത്തികമായി കുറച്ച് മെച്ചം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തീർത്തും വിഭിന്നരായ ദേശത്തു നിന്നോ വിഭിന്നരായ ആൾക്കാരിൽ നിന്നോ ഒക്കെ സഹായമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചിരുന്നവരിൽ നിന്ന് സഹായം കിട്ടുന്നതിനേക്കാൾ വളരെ അപ്രതീക്ഷിതമായി ചിലർ കടന്നു വരികയും അവർക്ക് അവരുടെ സഹായം ലഭിക്കുകയും ചെയ്യുന്നു.
ഒരുമിച്ചുള്ള ചില പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും കൂട്ടു ബിസിനസ്സുകൾ, അതൊക്കെ ഈ വർഷം ഒക്ടോബറിന് ശേഷം കൂടുതൽ ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് പൊതുവേ ഈ വർഷത്തിൽ ഗുണം കിട്ടുക എന്ന് പറയുന്നത് 2025 ഓഗസ്റ്റ് മാസം 21 ശേഷം സെപ്റ്റംബർ മാസം വരെയും ഗുണമാണ്. തിരിച്ച് ഒക്ടോബറിന് ശേഷം ഡിസംബർ വരെയും ഗുണമാണ്. പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റം വളരെ അത്യന്താപേക്ഷിതമാണ്, അതുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ഇവരുടെ ചില ക്ഷേത്ര ദർശനങ്ങൾ, പ്രത്യേകിച്ചും അവരുടെ ഉപാസനാമൂർത്തിയുടെ അമ്പലങ്ങളിൽ, അതും പ്രശസ്തമായ സ്ഥലങ്ങളിൽ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒക്ടോബറിന് ശേഷം നടക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വ്യാപകാര സംബന്ധമായ, അതായത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവരുടെ ഭാഗ്യത്ത് വിജയം ലഭിക്കത്തക്കവണ്ണമുള്ള തീരുമാനങ്ങൾ ഒക്ടോബർ മാസത്തിന് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത വലുതാകുന്നു. അതുപോലെ തന്നെ അടുത്ത വർഷം കൂടുതൽ ഗുണകരമായിട്ട് ഇവർക്ക് കാണുന്നത് ഇവരുടെ പ്രവർത്തനങ്ങളിലെ എമ്പാടുമുള്ള വിജയമാണ്. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കടബാധ്യതയിൽ നിന്നുള്ള മോചനം, അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ കിട്ടാനുണ്ടായിരുന്ന പണമോ മറ്റു ദ്രവ്യങ്ങളോ കൃത്യമായി തിരിച്ചു കിട്ടുന്ന അവസ്ഥ, കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അത് കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്നതാവാം, അതിന് ഒരു പുതുജീവൻ ഉണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ പ്രവർത്തനങ്ങളിൽ ഇവർക്കുണ്ടാകാവുന്ന മനോധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഉഴപ്പിൻ്റെ കാലഘട്ടം കഴിഞ്ഞതായി ഇവർക്ക് തന്നെ ബോധ്യപ്പെടുന്നു. അതിന് തക്കവണ്ണമുള്ള ഈശ്വരാധീനം ഇവരിൽ വർദ്ധിക്കുന്നു. യാത്ര പൊതുവെ ഗുണകരമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ കാരണവസ്ഥാനത്തുള്ളവരുടെ അനുഗ്രഹം, പ്രത്യേകിച്ച് തറവാട് സംബന്ധമായോ അല്ലെങ്കിൽ ചില ഷെയർ ഇവർക്ക് കിട്ടേണ്ട മൂല ബിസിനസ്സാവാം, തറവാട് നടത്തുന്ന ബിസിനസ്സാകാം, അതിൽ നിന്ന് ഇവർക്ക് കിട്ടേണ്ടതായ ആ ഓഹരി കൃത്യമായി സംതൃപ്തിയോടുകൂടി കൊടുക്കാൻ കാരണവന്മാർ തയ്യാറാകുന്നു. പ്രത്യേകിച്ചും ഒക്ടോബർ മാസത്തിന് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇവരുടെ കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ബലം ഇവർക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അതുപോലെ പൊതുവെ വിദേശത്തു നിന്നുള്ള ഇവരുടെ ആശ്രയത്തിന് കുറച്ചുകൂടി ബലമുണ്ടാകുന്നു. അവിടെ ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ തന്നെയോ വിദേശത്ത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നെങ്കിൽ അതിനൊക്കെ പോസിറ്റീവായൊരു മാറ്റമുണ്ടാകുന്നതായും കാണുന്നുണ്ട്. പൊതുവെ യാത്ര കൊണ്ട് ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇതെല്ലാം കാണുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് അഷ്ടമാധിപനായ ചൊവ്വ തുടക്ക സമയങ്ങളിൽ ഇവരുടെ ചാരവശാൽ ഇവരുടെ ലഗ്നത്തിലുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ആഴ്ചയുടെ ഈ ചിങ്ങമാസം 1-ാം തീയതി തുടങ്ങിയപ്പോൾ അത് അല്പം വശക്കേടായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വേണം. എടുത്തുചാട്ടം വളരെ സൂക്ഷിച്ച് മാത്രമേ പാടുള്ളൂ. സാഹസിക കർമ്മങ്ങൾ ഒഴിവാക്കണം. വാഹനം സ്പീഡിൽ ഓടിക്കുന്നതും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമിതമായ വേഗതയിൽ ഓടിക്കുന്നത് ഈ കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ വളരെ ദോഷം ചെയ്യുമെന്ന്. അതുപോലെ തന്നെ ചില വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടാൽ, ചിലരുമായി കലഹിച്ചാൽ അത് കേസ് ഒക്കെ ആകാനും കോടതി കയറേണ്ടി വരികയും പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരികയും ഒക്കെ ചെയ്യാം. ശരീരത്തിൽ പൊള്ളലേൽക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ചൊരാളെ വരുമെന്നല്ല, ഇതിൻ്റെ പല കാര്യങ്ങൾ പലർക്കും പല തരത്തിൽ വരാം എന്നേ സൂചിപ്പിക്കുന്നുള്ളൂ. എന്നാൽ ഏകദേശം ഒക്ടോബർ അവസാനത്തിന് ശേഷം ഇവർക്ക് പ്രത്യേകിച്ച് ശാരീരികമായ അവശത ഒക്കെ മാറുകയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ തടസ്സങ്ങൾ ശാരീരികമായി വന്നാലും പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഈശ്വരാധീനമുണ്ട്. പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിന് ശേഷം സാമ്പത്തികമായ വർധനവും ഉണ്ടാകും. 2026 മെയ്ക്ക് ശേഷവും വളരെ വലിയ സാമ്പത്തിക വർധനവ് ഇവർക്ക് കാണുന്നു. അപ്പോൾ പൊതുവേ ഈ വർഷത്തിൽ ഇവർക്ക് സാമ്പത്തികമായി വലിയ ഗുണങ്ങൾ ഇല്ല എന്ന് പറയാവുന്നൊരു കാലഘട്ടം 2025 തുലോം വിരളമാണ്. 2026 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഒരല്പം വിഷമങ്ങൾ ഉണ്ടാകാം. പക്ഷേ കിട്ടുന്ന പണത്തെ വളരെ ക്രിയാത്മകമായി ഉപയോഗിക്കുകയും സംഭരിക്കുകയും ചെയ്താൽ ഇവർക്കത് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് തന്നെ കാണുന്നുണ്ട്. ശാരീരികമായ ശ്രദ്ധയാണ് പ്രധാനമായി വേണ്ടത്, പ്രത്യേകിച്ചും അപകട സാധ്യതകൾ ഉള്ളതുകൊണ്ട്. അതുപോലെ ഉദരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ചിലപ്പോൾ യാത്രകൾ കാരണമോ മറ്റോ ജീവിത പങ്കാളിയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ മാറി നിൽക്കേണ്ടതായും വരാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ദേവീ കടാക്ഷം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് തന്നെ ചിന്തിക്കണം. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും പൊതുവേ അപ്രതീക്ഷിതമായ ധനസഹായമാണ് ഈ വർഷം ഇവരുടെ തുടക്ക സമയത്ത് തന്നെ ഉണ്ടാവുക. അതായത് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം ഏകദേശം സെപ്റ്റംബർ 16-നകം തന്നെ വളരെ
അപ്രതീക്ഷിതമായി സാമ്പത്തികമായ സഹായം ഉണ്ടാവുക. പ്രത്യേകിച്ചും ഇവരുടെ തന്നെ ഏറ്റവും അടുത്ത വ്യക്തികളോ അല്ലെങ്കിൽ ഇവർക്ക് ഒട്ടും പരിചയമില്ലാത്ത ബിസിനസ് മേഖലയിലുള്ള ചില വ്യക്തികളോ ഒരിക്കലും സഹായിക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരിൽ നിന്നോ ഒക്കെ സഹായമുണ്ടാകാം. രണ്ട് എക്സ്ട്രീമിസിൽ നിന്നാണ് ഇവർക്ക് ഈ സഹായം വരിക. ഒന്നുകിൽ ഏറ്റവും പരിചയമുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഒട്ടുമേ പരിചയമില്ലാത്തവർ. ഇവരിൽ നിന്ന് അപ്രതീക്ഷിതമായ സഹായം ഇവർക്ക് എന്തായാലും ഉണ്ടാകും. ആ സാമ്പത്തിക നേട്ടം ഇവർക്ക് വളരെ ഗുണകരമാണ്. കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ വേറെ തലങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. ചില മാറ്റങ്ങൾ ഉണ്ടാകും നിശ്ചയമായും. എന്നാലും ആ പുതിയ മാറ്റങ്ങൾക്ക് നല്ല ഈശ്വരാധീനം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അടഞ്ഞു കിടന്നിരുന്ന കടകൾ തുറക്കപ്പെടും. വിൽക്കാതെ പോയിരുന്ന സാധനങ്ങൾ വിൽക്കപ്പെടും. ചിലപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ വീട്, ഇതൊക്കെ വിറ്റ് ഇവർക്ക് ആദായമുണ്ടാകും. തൽക്കാലത്തെ കടബാധ്യതകളിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. 2026 ഒക്ടോബർ മാസത്തിന് ശേഷം ഇവർക്ക് പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ ആശങ്കകളാൽ അകറ്റി നിർത്തിയിരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയും കൂടുതൽ ഉന്മേഷത്തോടു കൂടി തങ്ങളുടെ കർമ്മമേഖലയെ അവർക്ക് സമീപിക്കാനും സാധിക്കുന്നതിനാൽ അവിടെ നല്ല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതവർക്ക് സാമ്പത്തികമായ നേട്ടത്തിന് കാരണമാകും. പുതിയ ചില ചങ്ങാത്തങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ, കൂട്ടു ബിസിനസ്സുകൾ ഇതുണ്ടാകും. അടുത്ത തലമുറ കൂടുതൽ ആക്റ്റീവായി ചിന്തിക്കുകയും, അതായത് ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സന്താനങ്ങൾ അവർ കൂടുതൽ ആക്റ്റീവായി അവരുടെ കർമ്മമേഖലകളിൽ വ്യാപിക്കുകയും ഒക്കെ ചെയ്യും. അവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സംരംഭ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഈശ്വരാധീനം കാണുന്നുണ്ട്, വിജയം കാണുന്നുണ്ട്. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. എന്നാൽ സന്താനങ്ങൾക്ക് ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ ഈ പിരിമുറുക്കമാർന്ന മനസ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കടബാധ്യതയിൽ നിന്നുള്ള മോചനമാണ് ഇവർക്ക് ഏറ്റവും ശക്തമായ അനുഗ്രഹമായി വരുന്നത്. അത് വളരെ ഗുണമാണ്. പിന്നെ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരുന്നത്. ചില പുതിയ തീരുമാനങ്ങളും പുതിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായിട്ടൊക്കെ വരുന്നതായി കാണുന്നു. എന്നാലും പൊതുവെ ഇവർക്ക് ഗുണകരമാണ്. ഏറ്റവും നന്നായിട്ട് ഇവർക്ക് ഇവരുടെ കർമ്മമേഖലയിൽ തങ്ങളുടെ ബുദ്ധിശക്തിയും തങ്ങളുടെ മനഃശക്തിയും ശരീരശക്തിയുമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് കൊണ്ട് പ്രവർത്തനങ്ങളിൽ നിശ്ചയമായും വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. വിദേശത്തു നിന്നു വരെ ഇവർക്ക് സാമ്പത്തിക സഹായം ഉണ്ടാവാം. അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ചില പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും ഈ വർഷം ഇവർക്ക് പൊതുവെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ശാരീരികമായ അവശത, എല്ലിന്, മജ്ജയ്ക്ക്, അതുപോലെ തന്നെ ജോയിൻറ്റ് ഭാഗങ്ങൾ, കൈമുട്ട്, കാൽമുട്ട് ഭാഗങ്ങൾ, ഇവിടെയൊക്കെ ശാരീരികമായ അവശതയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപകട സാധ്യതയും ഇവർക്ക് കാണുന്നു. അതും പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം നവംബർ മാസം മുതൽ ഏകദേശം ഡിസംബർ അവസാനം വരെയും, പിന്നീട് ഇവർക്ക് ദോഷമുണ്ടാകുന്നൊരു കാലം, പ്രത്യേകിച്ച് ഉദരസംബന്ധമായി ദോഷമുണ്ടാകാവുന്ന കാലം എന്ന് പറയുന്നത് 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അതുപോലെ തന്നെ തങ്ങളുടെ ചില വ്യക്തികൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഇവരോടുകൂടി ആക്റ്റീവായിട്ട് സഹകരിച്ചിരുന്നവർ, അവർക്ക് ശാരീരികമായ അവശതയോ ചിലരുടെയെങ്കിലും ദേഹവിയോഗമോ ഒക്കെ അപ്പോൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവേ തുലാക്കൂറിന് ഈ വർഷം നല്ലതായിട്ടാണ് കാണുന്നത്. ശാരീരികമായ ശ്രദ്ധ വേണം. സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കഴിഞ്ഞ കുറേ കാലമായി ഇവരെ വിഷമിപ്പിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് കരകയറ്റം, ഇതൊക്കെയാണ് പ്രധാനമായ പോയിന്റുകൾ. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഒക്ടോബർ മാസത്തിന് ശേഷം ഇവർക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ അതുമല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ചില പുതിയ സംരംഭങ്ങളിലോ ഒക്കെ പോസിറ്റീവായ നീക്കം ഈ ഒക്ടോബർ മാസത്തിന് ശേഷം, പ്രത്യേകിച്ചും സെപ്റ്റംബർ 24 ശേഷം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അത് അനുകൂലമായി മാറുന്നതിൻ്റെ തുടക്കം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഇവർക്ക് ഏതു വിധേനയും വരുമാനം വരുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഏതു മാർഗം എന്നൊന്നും ചിന്തിക്കാതെ വളരെ ആക്റ്റീവായി തങ്ങൾക്ക് പണം ലഭിക്കും എന്ന് വിചാരിക്കുന്ന മേഖലകളിൽ ഇവർ അങ്ങേയറ്റത്തെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കും എന്ന് കാണുന്നു. പ്രത്യേകിച്ചും സെപ്റ്റംബർ മാസം അവസാന വാരത്തിന് ശേഷം ഏതാണ്ട് ഡിസംബർ വരെ
തങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ധാർമ്മികമായ എല്ലാ വരവുകളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, തുടക്ക ദിവസങ്ങൾ, അതായത് ഈ ചിങ്ങമാസം തുടങ്ങിയ ദിവസങ്ങൾ നിമിത്തം പ്രകാരം ഇവർക്ക് വളരെ നല്ലതാണ്. ഇവർ തൊടുന്ന മേഖലകളൊക്കെ തന്നെ ഇവർക്ക് ഗുണകരമായി വരും. മാതാവ്, അതുപോലെ തന്നെ ഇവരുടെ സ്ത്രീ ബന്ധങ്ങൾ, മീൻസ് ഇവരുടെ സ്ത്രീ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ സഹോദരി, അതല്ലെങ്കിൽ മകൾ, അതല്ലെങ്കിൽ ഭാര്യ, അതുമല്ലെങ്കിൽ അമ്മ, ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ സന്തോഷത്തിനും അഭിമാനത്തിനും വക നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കും. ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ചൊല്ലി വിഷമിക്കുന്ന സ്ത്രീകൾക്ക് അതിനൊരു മാറ്റമുണ്ടാകുന്നു ഈ വർഷം എന്ന് വേണം ചിന്തിക്കാൻ. അതുപോലെ തന്നെ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നെങ്കിലും അതിനൊക്കെ ഒരു മാറ്റമുണ്ട്. പ്രത്യേകിച്ചും ഒക്ടോബർ മാസത്തിന് ശേഷം ഡിസംബർ വരെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ മൂലത്തറവാട്ടിലെ കാരണവസ്ഥാനത്തുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും മാതാവ് അല്ലെങ്കിൽ മാതൃതുല്യരായ വ്യക്തികൾ, ഇവർക്ക് ചില ശാരീരിക അവശതകൾ ഉണ്ടാകാം. പക്ഷേ ഡിസംബറിന് മുമ്പ് തന്നെ അതിന് മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ആ അസുഖങ്ങളൊക്കെ ഭേദമാകുന്നതായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളുടെ പഠനക്കാര്യത്തിലും മറ്റും ചില ചെറിയ വൈഷമ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ അവരുടെ സ്കൂളിംഗ് സ്ഥലമൊന്ന് മാറിയേക്കാം, മറ്റൊരു സ്ഥലത്തേക്കോ മറ്റൊരു രാജ്യത്തേക്കോ ഒക്കെ പോകേണ്ടി വരുന്നതിൻ്റെ ചില വിഷമങ്ങളുണ്ടാകാം. എന്നാലും പഠന സംബന്ധമായ കാര്യങ്ങളിൽ, ബുദ്ധിപരമായ കാര്യങ്ങളിൽ അവർക്ക് ദോഷമൊന്നും കാണുന്നില്ല. വൈകി ചില കാര്യങ്ങൾ നേടും എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില വൈഷമ്യങ്ങൾ സന്താനങ്ങളെ ചൊല്ലി അവരുടെ മാതാപിതാക്കൾക്കുണ്ടാകാം, പ്രത്യേകിച്ചും വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. മറ്റൊരു പ്രധാന വിശേഷം ഇവരുടെ സാമ്പത്തിക മേഖലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വരുമാനമുണ്ടാക്കാൻ ഇവർ അങ്ങേയറ്റം പരിശ്രമിക്കും. എന്നാൽ അതേപടി തന്നെ ആ ചെലവും വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു. എന്നാൽ ഈ ചിലവൊന്നും തന്നെ ഒരു പാഴ്ചിലവായി ചിന്തിക്കേണ്ട. ഉടനെ ലാഭം കിട്ടാത്ത ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പണം ചിലവഴിക്കുന്നതായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി. അങ്ങനെ ആയിരിക്കും അത് പോവുക. അതുകൊണ്ട് തന്നെ അതിനൊരു ധാർമ്മികതയും ഈശ്വരാധീനവുമുണ്ട്. പൊതുവെ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, മാതാവിന് അസുഖം, അതുപോലെ തന്നെ ഇവരുടെ ഈ ഉദരവും അതുപോലെ തന്നെ ശ്വാസകോശവുമായി ബന്ധപ്പെടുന്ന സ്ഥലത്ത്, ആ ഏരിയയിൽ, സെപ്പറേറ്റ് ചെയ്യുന്ന ഏരിയയിൽ, അതായത് ഡയഫ്രം ഭാഗത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ വാഹനം, പരിസരം, ഇവിടെയൊക്കെ അണുബാധയുടെ കാരണമുണ്ടാകാനുള്ള ഒരു അവസ്ഥയും തള്ളിക്കളയുന്നില്ല. അങ്ങനെ വരുമ്പോൾ വാഹനങ്ങളുടെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ, വീടിൻ്റെ അന്തർഭാഗങ്ങൾ, ഇതെല്ലാം തന്നെ എപ്പോഴും അണുവിമുക്തമാക്കി വയ്ക്കണം എന്നുള്ളത് കൃത്യമായി ഇവരുടെ ജാതകത്തിൽ കാണുന്നുണ്ട്. വീടിനുള്ളിൽ ക്ഷുദ്രജീവികൾ കിടക്കാനും അണുബാധയുണ്ടാകാനും ഇഴജന്തുക്കൾ കിടക്കാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. എവിടെ തങ്ങുന്നോ അവിടെ ഒരു വിഷത്തിൻ്റെ സാധ്യത കാണുന്നുണ്ട്. ഉദരഭാഗങ്ങൾ, മേലുദരം, അതായത് അപ്പർ അബ്ഡമിൻ ഭാഗങ്ങളിലൊക്കെ ഇൻഫെക്ഷനോ അണുബാധയോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ വർഷം ആണ് ഇതെങ്കിലും പ്രധാനമായും ഇവർക്ക് മാറ്റമുണ്ടാകുന്ന പീരീഡ് 2025 ഒക്ടോബറിന് മുമ്പ് ആദ്യത്തെ ഗുണമുണ്ടാകും. പിന്നീട് നവംബർ അവസാനത്തിന് ശേഷമാണ് ഇവർക്ക് ഗുണമുണ്ടാവുക. പ്രത്യേകിച്ചും ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ അല്പം ദോഷമുണ്ടാകാവുന്ന പീരീഡ് ഈ സെപ്റ്റംബറിന് ശേഷം ഏകദേശം ഒക്ടോബർ നവംബർ മാസം വരെ അല്പം സൂക്ഷിക്കണം. ഏകദേശം 1.5 മാസം അല്പം സൂക്ഷിച്ചു കൊള്ളണം. ഈശ്വരാധീനത്തിൻ്റെ ഒരു കുറവ് ആ സമയത്ത് കാണുന്നുണ്ട്. എന്നാൽ അതൊക്കെ തന്നെ മാറ്റം വരുത്തുന്ന അവസ്ഥകളാണ് പിന്നീട് കാണുന്നത്. കൂടുതൽ ശക്തിയോടുകൂടി ഭാഗ്യം ഇവരെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇവർക്ക് മാനസികമായ വിഭ്രാന്തിയോ ആശങ്കകളോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് സെപ്റ്റംബർ മാസത്തിന് മുമ്പ് തന്നെ ഒരു പോസിറ്റീവായ ഫലമുണ്ടാകും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വിമർശനങ്ങളോ തടസ്സങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിനും സ്വാഭാവികമായും സെപ്റ്റംബർ മാസത്തിനുള്ളിൽ മാറ്റമുണ്ടാവും. മാത്രമല്ല നവംബർ അവസാനത്തോടുകൂടി കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തന മേഖല ഇവർക്ക് കാണുന്നു. കുറച്ചുകൂടി ഇവർ എവിടെ പ്രവർത്തിക്കുന്നുവോ ആ സ്ഥാപനത്തിൽ ഇവർക്ക് ഉറപ്പുണ്ടാകുന്നു. എവിടെ താമസിക്കുന്നുവോ അവിടെ ഇവർക്ക് കുറച്ചുകൂടി അംഗീകാരം കിട്ടുന്നു. അപ്പോൾ പ്രവർത്തനങ്ങളിലെ വിജയവും അംഗീകാരവും എല്ലാം തന്നെ വളരെ പോസിറ്റീവായ ചില കാര്യങ്ങളാണ്. അത് ഇവർക്ക് അനുഭവപ്പെടുന്നു, പ്രത്യേകിച്ചും നവംബർ മാസത്തിന് ശേഷം.
അപ്പോൾ ശ്രദ്ധിക്കേണ്ട പീരീഡ് സെപ്റ്റംബർ അവസാനം മുതൽ ഏകദേശം ഒക്ടോബർ അവസാനം വരെയുള്ള ഒരു മാസത്തോളം, 25 ദിവസമേ കൃത്യമായി വരൂ. ആ സമയം അല്പം ഒരു ശ്രദ്ധ വേണം. മുതുകല്ലിന് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുതുകല്ല്, നട്ടെല്ല് ഈ ഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അശ്രദ്ധ കൊണ്ടുണ്ടാകാവുന്ന ചില കൈപ്പിഴകൾ അപ്പോൾ വരാം. അതുകൊണ്ട് തന്നെ അത് ഔദ്യോഗികമായ ചില അവസ്ഥകൾക്ക്, ചില നെഗറ്റീവായ അവസ്ഥകൾക്ക് കാരണമായേക്കാം. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്നു തൊട്ടടുത്ത മാസങ്ങളെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അതിൽ വലിയ ദോഷം കാണുന്നില്ല. വീടുമാറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ താമസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവശതകൾ ഉണ്ടാകാം. താമസിക്കുന്ന സ്ഥലത്ത് ഒരു ശത്രു എന്ന പോലെ എപ്പോഴും ഒരു അവശത ഒരാളിൽ നിന്നോ മറ്റൊരു വ്യക്തിയിൽ നിന്നോ മറ്റൊരു വ്യക്തികളിൽ നിന്നോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മൂലത്തറവാട്ടിൽ മാതാവിനോ അല്ലെങ്കിൽ രക്ഷാകർതൃസ്ഥാനത്തുള്ളവർക്കോ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ആവാം. അല്ലെങ്കിൽ സ്വന്തം അണുകുടുംബത്തിൽ തന്നെ ചിലപ്പോൾ ജീവിത പങ്കാളിയിൽ നിന്നോ അല്ലെങ്കിൽ മക്കളിൽ നിന്നോ ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള വൈഷമ്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള കാര്യം മറക്കാതെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥനയോടുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നതാണ് പ്രധാനം. ഉദര സംബന്ധമായിട്ട് ഉദരത്തിൽ നീർക്കെട്ട്, ജലം കൂടുതൽ ഉദരത്തിൽ ചെല്ലുന്നത് കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ശത്രു പോലും സഹായിക്കുന്ന ഒരു അവസ്ഥ, കുടുംബത്തിനുള്ളിലെ ശത്രുവല്ല, ഈ ധനുക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് സ്ത്രീകളിൽ നിന്ന് തന്നെ സഹായമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അല്ലെങ്കിൽ മൂല കുടുംബത്തിൽ നിന്നും മാതാവിൽ നിന്നുമൊക്കെ അപ്രതീക്ഷിതമായ സഹായം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും ശ്രദ്ധിക്കേണ്ട പ്രധാന ഭാഗങ്ങൾ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ, ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയും അനുകൂലമല്ല. ഇവരെ ഇതാണ് പ്രധാനമായും ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്. കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ മാറും. അതുപോലെ തന്നെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഇവർക്ക് ഒന്നുകിൽ സെപ്റ്റംബറിന് മുമ്പ് അല്ലെങ്കിൽ നവംബർ തൊട്ട് ഡിസംബർ 2026 ജനുവരി മാസങ്ങളിൽ നടക്കണം. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും 2025 സെപ്റ്റംബർ മാസത്തിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാകുന്നു. ഈശ്വരാധീനം വർദ്ധിക്കുന്നു. നല്ല നിലയിലുള്ള ഒരു അവസ്ഥ അപ്പോൾ കാണുന്നുണ്ട്. പ്രധാനമായും ഓരോ വ്യക്തികളുടെയും ജാതകം കൂടി പരിശോധിക്കുമ്പോൾ അത് ശക്തമാകും. എന്നാൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മ മേഖലയിൽ നിന്ന് കൂടുതൽ വരുമാനം, അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ അവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രീതിയിൽ, സംതൃപ്തി ലഭിക്കുന്ന രീതിയിൽ ജോലി ചെയ്യാനുള്ള അവസ്ഥ, അത് സാമ്പത്തിക വർധനവായി മാറുന്ന അവസ്ഥ, ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസ്ഥയുണ്ടാകുന്നു. കുടുംബത്തിൽ ഐശ്വര്യവും അതുപോലെ തന്നെ പുതിയ വസ്തുവകകൾ വാങ്ങുവാനും ഫർണിച്ചർ വാങ്ങുവാനുമൊക്കെയുള്ള സാധ്യത, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളോ യാത്രകളോ വളരെ പോസിറ്റീവായി മാറുന്നതായിട്ട് കാണുന്നു. ജീവിത പങ്കാളിയുമൊത്തുള്ള നിമിഷങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. കുടുംബത്തിൽ പൊതുവെ സമാധാനവും ഐശ്വര്യവും വിളയാടുന്നതായിട്ട് കാണുന്നു. വാക്ക് ഇപ്പോഴും ശ്രദ്ധിക്കണം. മുഖത്തിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി നല്ലതല്ല. ഒക്ടോബർ മാസം പകുതിക്ക് ശേഷം കർമ്മരംഗത്ത് കുറച്ചുകൂടി സജീവമായ ചില ഇടപെടലുകൾ വേണ്ടിവരും. കൂടുതൽ ഉത്തരവാദിത്വം വരും. സമാന്തര പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും വ്യാപാരവുമായി ബന്ധപ്പെട്ട മേഖലയിൽ സമാന്തരമായി പ്രവർത്തിക്കേണ്ടി വരുമെന്നും അതിൽ നിന്നും കൂടുതൽ വരുമാനമുണ്ടാകുമെങ്കിലും ശരീരത്തിൻ്റെ വ്യയം എന്ന് പറയുന്നത്, അതായത് കൂടുതലായി അധ്വാനിക്കേണ്ടി വരുമെന്നും കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ സാമ്പത്തിക നേട്ടം കാണുന്നു. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങൾ വളരെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി, തീ, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ, ദീർഘദൂര യാത്ര നടത്തുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. വാഹനം ഉപയോഗിക്കുമ്പോൾ പൊതുവേ ശ്രദ്ധ വേണം. മുഖത്തിൻ്റെ കാര്യം നേരത്തെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നട്ടെല്ല്, ഹൃദയം, ഞരമ്പുകൾ, ഈ ഭാഗവും ഒരു ശ്രദ്ധ വേണം. പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിലും മകരക്കൂറിൽപ്പെട്ടവർക്ക് പ്രത്യേക ശ്രദ്ധ വേണമെന്ന് കാണുന്നു. പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങളില്ല. മാത്രമല്ല ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ പ്രവർത്തനങ്ങൾ കൂടുതൽ ആക്റ്റീവാകുന്നു. സെപ്റ്റംബർ മാസത്തിന് ശേഷം കൂടുതൽ സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്നു. അതുപോലെ സന്താനങ്ങളുടെ വിവാഹ സംബന്ധമായ കാര്യത്തിലായാലും ശരി, പഠന സംബന്ധമായ കാര്യത്തിലായാലും ശരി, വളരെ ഗുണകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. പൊതുവെ ഗുണകരം തന്നെയാണ്. മനസ്സിൽ സമാധാനമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ശക്തി പകരാൻ ഇവർക്ക് സാധിക്കുന്നു. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ.
ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണമാണ്. പ്രത്യേകിച്ചും സെപ്റ്റംബർ 30 വരെ വളരെ ഗുണമാണ്. സെപ്റ്റംബർ 30-ന് ശേഷം ചില വിമർശനങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഏൽക്കേണ്ടി വരും, പ്രത്യേകിച്ച് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട്. അതിൽ വിഷമങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അത് സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടി, ഒക്ടോബർ മാസത്തോടു കൂടിയൊക്കെ അതിന് മാറ്റമുണ്ടാകും. പഴയ സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ വരും. ഭാഗ്യം അനുകൂലമായി വരും. സാമ്പത്തിക നേട്ടമുണ്ടാവും. ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യത ഒന്നുകിൽ സെപ്റ്റംബറിന് മുമ്പ് അല്ലെങ്കിൽ ഡിസംബറിന് ശേഷമൊക്കെ ഭാഗ്യം ഇവർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യസ്ഥിതി വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നവംബർ പകുതി വരെയും അത് വളരെ ശ്രദ്ധ വേണം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ പ്രധാനമായും എല്ല് സംബന്ധമായും അതുപോലെ തന്നെ പല്ല്, മോണ ഈ ഭാഗവുമൊക്കെ ശ്രദ്ധ വേണം. ത്വക്കിന് അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. അതുകൊണ്ട് പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്നുണ്ടാകാവുന്ന ദേഷ്യമോ മറ്റോ വാഹനം ഓടിക്കുന്ന കാര്യത്തിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ അമിതമായ സ്പീഡുമൊക്കെ തന്നെ, അല്ലെങ്കിൽ എടുത്തുചാട്ടമൊക്കെ തന്നെ, ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള വിപത്തുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും അരക്കെട്ടിൻ്റെ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നീർവീഴ്ച, നട്ടെല്ലിന് ക്ഷതം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസത്തിനുള്ളിൽ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമുണ്ട്. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിന് ശേഷവും അത് ശക്തമായി കാണുന്നു. പൊതുവെ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അതൊക്കെ തന്നെയും സാമ്പത്തിക നേട്ടത്തിന് ഒരു ദോഷവും വരുത്തില്ല എന്ന് കാണുന്നു. ശാരീരിക അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞു. ഇതാണ് കുംഭക്കൂറിൻ്റെ അവസ്ഥ. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ മുക്കാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഒരു ഒക്ടോബർ മാസം തുടക്കത്തിൽ മുതൽ ഇവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടം കാണുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ഇവരെ പിന്തുടർന്നിരുന്ന ദൗർഭാഗ്യത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്നു. ഭാഗ്യം കുറച്ചുകൂടി അനുകൂലമാകുന്നു. ഈ വർഷം അവസാനം വരെ ആ ഭാഗ്യം അവരെ അനുഗ്രഹിക്കുമെന്ന് തന്നെ കാണുന്നു. അതിനുശേഷം മോശമാകുമെന്നല്ല, അതിനുശേഷവും കാര്യങ്ങൾ പോകും. പക്ഷേ ഇത്രത്തോളം ഗുണം അപ്പോൾ ഉണ്ടാകും എന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും സെപ്റ്റംബർ അവസാന വാരത്തിനും ഡിസംബറിനും ഇടയിൽ ഇവർക്ക് ഭാഗ്യം അന്വേഷിക്കാം. ഇവരുടെ സാമ്പത്തികമായ ഭാഗ്യം അന്വേഷിക്കാം. ഭാഗ്യക്കുറിയൊക്കെ എടുക്കാം. തീർച്ചയായിട്ടും അതിന് അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ചില യാത്രകൾ ഗുണകരമായി വരുന്നു. വിദ്യാർത്ഥികളുടെ ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായി കൂടുതൽ ഗുണമുണ്ടാകുന്നു. അല്ലെങ്കിൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായോ ജോലി സംബന്ധമായോ വളരെ പോസിറ്റീവായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു. മക്കളുടെ പരീക്ഷയിൽ വലിയ വിജയമോ അല്ലെങ്കിൽ നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകുന്നു. അത്തരം അഭിമുഖങ്ങളിൽ അവർക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രധാനം. ചില യാത്രകൾ തരപ്പെടുന്നു. ചില ബന്ധങ്ങൾ സജീവമാകുന്നു. പിണങ്ങി നിന്നിരുന്ന ബന്ധങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. അപ്പോൾ പൊതുവേ ഇവർക്ക് ഗുണമാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലതാണ്. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടതായി വരാമെന്ന് കാണുന്നു. ചില സൗന്ദര്യ പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ സെപ്റ്റംബർ അവസാന വാരത്തിനും ഡിസംബറിനും ഇടയിൽ അത് വലിയ ദോഷമൊന്നും ചെയ്യില്ല. ആ സമയത്ത് ഒരുപക്ഷെ പിണങ്ങി നിന്നിരുന്നവർക്ക് വീണ്ടും അടുക്കാനുള്ള സാധ്യത വരെ കാണുന്നുണ്ട്. പിന്നെ പൊതുവേ ഇവർ ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ 2025 ഒക്ടോബറിന് ശേഷം ഏകദേശം ഡിസംബർ ജനുവരി മാസം വരെ, 2026 ജനുവരി വരെയും സ്വന്തം മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ സ്വന്തം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അപ്പോൾ ഇതാണ് പ്രധാനമായും ഒരു വർഷത്തേക്ക് പറയാനുള്ളത്. പൊതുവേ ഈ ഒരു ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം കർക്കിടകം അവസാനം വരെ പൊതുവേ സാമ്പത്തിക നേട്ടവും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഗുണവുമാണ്. പ്രകൃതിയുടെ കാര്യം എടുത്താൽ പോലും കൃഷിക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ളൊരവസ്ഥയാണ് കാണുന്നത്. പൊതുവേ അന്തരീക്ഷം വളരെ കൂളായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. എന്നാൽ തെറ്റിദ്ധാരണകളും മറ്റുമൊക്കെ ആളുകൾക്കുണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു അല്പനേരമെങ്കിലും നിശബ്ദമായി തന്നോട് തന്നെ മൗനമായി സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഓരോ കാര്യങ്ങളിലെയും ഏറ്റക്കുറച്ചിലുകളും തെറ്റുകളും ശരികളുമൊക്കെ നമുക്ക് ബോധ്യപ്പെടും. ഒന്നും മോശമായിരുന്നില്ല, ഒന്നും ശത്രുതയിലായിരുന്നില്ല, ഒന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതായിരുന്നില്ല എന്ന് അപ്പോൾ ഒരു വെളിപാട് പോലെ ഉയർന്നു വരും. സ്വാഭാവികമായും സമാധാനമുണ്ടാവും. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.